ഇന്ന് എഴുന്നേൽക്കാൻ തന്നെ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. കാരണം ഇന്ന് നല്ല വെയിലൊക്കെ വന്നുള്ളൊരു ദിവസമായിരുന്നു. വിൻ്ററിൻ്റെ കാഠിന്യം ഈയിടെയായിട്ട് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. സാധാരണ 10 മണിക്ക് വരാറുള്ള വെയിൽ ഇപ്പം ഒരു 9 മണിയാകുമ്പോഴൊക്കെ വരാറുണ്ട്. ഇന്ന് നേരെ മോൻ്റെ സ്കൂളിലേക്കാണ് വന്നത്. ഇന്നിവിടെ പാരൻസ് മീറ്റിംഗ് ആണ്. ഇതാണ് കേട്ടോ സ്കൂള്. ഇത് നമ്മുടെ നാട്ടിലുള്ള അച്ഛന്മാരൊക്കെ നടത്തുന്ന ഒരു സ്കൂളാണ്. സെൻറ്റ് തെരേസസ് എന്നാണ് പേര്. ശ്രീനഗറിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്കൂൾ തന്നെയാണ് കേട്ടോ ഇത്. അപ്പം മോൻ ഇവിടെയാണ് പഠിക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കുറച്ച് സ്ഥലങ്ങൾ കാണാനാണ് കേട്ടോ. വലിയ പേരുള്ള സ്ഥലങ്ങളൊന്നുമല്ല, എന്നാലും ഭംഗിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ കാണാൻ. അടിപൊളിയാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ കാണാൻ. എനിക്ക് ഒരുപാട് ദൂരെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണുന്നതിലും എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ ചുറ്റുപാടത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് കാണാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് ഈ ഒരു ഏരിയയിലേക്ക്. നല്ല അടിപൊളിയായിരുന്നു കാണാൻ. ഒരു സൈഡിൽ സൂര്യൻ ഉണ്ടായിരുന്നു, എന്നാൽ ഒരു സൈഡിൽ കുറച്ച് സൂര്യൻ ഇല്ലാത്ത പോലെയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മുടെ വീടിന് മുന്നിലൂടെ ഒഴുകുന്ന അളകനന്ദ നദി തന്നെയാണ് കേട്ടോ ഇത്. അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് വെള്ളച്ചാട്ടം സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ പുഴയിൽ വേണമെങ്കിൽ ഇറങ്ങാം കേട്ടോ. 2 പേരും അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത്രയും വലിയ സാഹസത്തിനൊന്നും മുതിരാത്തത് കൊണ്ട് നമ്മൾ ദൂരെ നിന്ന് നോക്കിയിരുന്നു. അതാ കാണുന്ന വെള്ളച്ചാട്ടം, ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു അത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു നീർച്ചാലുകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഇതിപ്പോൾ മഴ സീസൺ അല്ലാത്തതുകൊണ്ടാണ്. റെയിനി സീസൺ ആകുമ്പോൾ മൊത്തത്തിൽ ഇതുപോലെയുള്ള നീർച്ചാലുകൾ നമുക്കിവിടെ മൊത്തം കാണാൻ പറ്റും. അടിപൊളിയാണ് ഇതൊക്കെ കാണാൻ. ഇതും ശ്രീനഗറിലെ ഒരു തൂക്കുപാലാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ള തൂക്കുപാലല്ല, ഇത് വേറെ ഒന്ന്. പക്ഷെ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു പാലം പുതിയതായിട്ട് വന്നതിന് ശേഷമാണ് തൂക്കുപാലം ഇവിടെ യൂസ് ചെയ്യേണ്ടായത്. പണ്ട് കാലത്ത് 2 ഗ്രാമങ്ങളെ വരെ ഈ ഒരു പാലങ്ങളൊക്കെ ബന്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് പുതിയ പാലങ്ങളൊക്കെ ആയി, സൗകര്യങ്ങളും ആയി. അപ്പോൾ ഈ പഴയ പാലങ്ങൾ ഓർമ്മയിൽ മാത്രമായി മാറി. ഇതൊക്കെ കണ്ട് നമ്മൾ വേഗം വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് വിശന്നുകൊണ്ട് വേഗം ഓടിപ്പോയി ഫുഡ് കഴിച്ചതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈവനിങ് ആയപ്പോഴാണ് ഞാനൊന്ന് റെഡി ആയത്. അപ്പം ഞാൻ കുറച്ച് ബിസ്ക്കറ്റും പിന്നെ ചായയും ഒക്കെ കഴിച്ചിട്ടോ. എനിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. വിൻ്റർ ആയപ്പോഴാണ് ഞാനിങ്ങനെ ചായയോടുള്ള ഇഷ്ടമൊക്കെ കൂടി വന്നത്. പണ്ട് ഞാൻ ചായ മൊത്തത്തിൽ ഒഴിവാക്കിയതായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഞാനിങ്ങനെ ലീവുള്ള ദിവസങ്ങളിലാട്ടോ ഇതുപോലെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് വെക്കുക. എനിക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. ഇത് പിന്നെ നമ്മുടെ കീനു, ഇതൊക്കെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ഫ്രിഡ്ജിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. ഇപ്പോൾ മൊത്തത്തിൽ പുറത്ത് തന്നെ വെച്ചാലും ഒന്നും കേടാവത്തൊന്നുമില്ല. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി ഋഷിക്കൂട്ടൻ കുറച്ച് ഓടിയൊക്കെ കളിച്ചിട്ടോ. അവന് ടെറസിൻ്റെ മുകളിൽ വെയിലത്തുനിന്ന് കളിക്കാനും ഇഷ്ടം. അത് പോക്ക് വെയിലായതുകൊണ്ട് നല്ല രസമാണ്. പിന്നെയാണ് ഞാനിതാ നമ്മുടെ കുറച്ച് നാരങ്ങയൊക്കെ നല്ലോണം പഴുത്ത് നിൽക്കണത് കണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ. പഴുത്ത നാരങ്ങ കൊണ്ട് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അത് വെള്ള കളറിലുള്ള അച്ചാർ, എനിക്ക് അതാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കുകയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈൽ നിങ്ങൾക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എനിക്കിങ്ങനെ ഉപ്പിലിട്ട് വെക്കാനും അച്ചാറിട്ട് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെക്കാൻ മാത്രമല്ല ഇതൊക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ട് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഞാനൊരു 3-4 മണിക്കൂർ വെച്ചിട്ടുണ്ടാവും. പിന്നെ രാത്രിയാണ് ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുത്താണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോഴാണ് നമ്മുടെ ആ നാടൻ ടേസ്റ്റ് കിട്ടുക. ഇത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ കടുക് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുനുകുന അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലെമണില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്, പിന്നെ വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും പഞ്ചസാര ഇടുമെന്ന്. പഞ്ചസാര ഇട്ടാൽ അതിനൊരു വേറെ ടേസ്റ്റാണ്. പിന്നെ ഇത് തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ.